ഞാൻ ഡോക്ടർ അനൂപ് കുമാർ, തൃശ്ശൂർ പെരുവനം കുണ്ടൂർ സ്മാരക സദസ്സിലെ ശ്ലോക വിദ്യാർത്ഥിയും ശ്ലോക ആസ്വാദകനും ആണ്. ഒരു പ്രകൃതി വർണ്ണന ശ്ലോകമാണ് ഈ ആഴ്ചയിലെ ശ്ലോക പരിചയത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായി തന്നെ ശ്ലോകം ചൊല്ലാം. രാവാമംഗന ഭാനുവിൻ കതിരുകൊയ്തുണ്ടായ താരങ്ങളാം നീവാരാദികൾ ഇന്ദുവാം കളമുറം കൊണ്ടാശു ചേറിയിടുവാൻ ദ്യോവാം പായിലിട്ടുമ്പോളാഴിയലയാമോലത്തട്ടുക്കാൽ പരംഭൂവാം മറ്റൊരു പെണ്ണ് കാറ്റു സരസം വീശിക്കൊടുക്കുന്നിതേ. ഈ ശ്ലോകത്തിൻ്റെ രചയിതാവ് ആരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുള്ളതിനാൽ ഇക്കാര്യത്തിൽ അനുവാചകരുടെയും ശ്ലോകാസ്വാദകരുടെയും അഭിപ്രായങ്ങളും തുടർ ചർച്ചകളും പ്രതീക്ഷിക്കും. ശ്ലോകത്തിൽ രാവാമംഗന, രാത്രിയെ ഒരു സുന്ദരി ആയിട്ടാണ് രൂപണം ചെയ്തിട്ടുള്ളത്. രാത്രിയാകുന്ന ഈ സുന്ദരി ഭാനുവിൻ കതിരുകൊയ്തുണ്ടായ കതിരുകളാകുന്ന സൂര്യരശ്മിയിൽ നിന്നും കൊയ്തെടുത്ത താരങ്ങളാം നീവാരാദികൾ, നക്ഷത്രങ്ങളാകുന്ന ധാന്യവും പതിരും ഇന്ദുവാം കളമുറം കൊണ്ടാശു ചേറിയിടുവാൻ, ചന്ദ്രനാകുന്ന മുറം കൊണ്ട് ചേറി മാറ്റാൻ ശ്രമിക്കുന്നതായിട്ടാണ് ആദ്യ 2 വരികളിൽ വിവരിച്ചിട്ടുള്ളത്. ദ്യോവാം പായിലിടുമ്പോൾ, ധാന്യവും പതിരും വേർതിരിക്കുന്നതിനു വേണ്ടി മുകളിൽ നിന്നും ആകാശമാകുന്ന പായയിലേക്ക് ചൊരിയുമ്പോൾ ആഴിയലയാം ഓലത്തടുക്കാൽ, കടൽ തിരമാലകളാകുന്ന ഓലത്തടുക്കുകൊണ്ട് പരംഭൂവാം മറ്റൊരു പെണ്ണ്, ഭൂമിയാകുന്ന മറ്റൊരു സുന്ദരി കാറ്റു വീശിക്കൊടുക്കുന്ന മനോഹരമായ ഒരു ചിത്രം വരച്ചു കാണിക്കാനാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. സുന്ദരമായ ഒരു പ്രകൃതി പശ്ചാത്തലത്തെ കാർഷിക വൃത്തിയിൽ സാധാരണമായിരുന്ന കൊയ്ത്തിനും മെതിക്കും ശേഷം ധാന്യവും പതിരും വേർതിരിക്കാൻ ഒരാൾ മുകളിൽ നിന്ന് താഴേക്കിടുമ്പോൾ മുറം കൊണ്ട് അതിനെ വീശി വേർതിരിക്കുന്ന ഒരു കേരളീയ ചിത്രത്തിലേക്ക് ലളിതമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഭാവനയും രചനാപാടവവും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പഴയ തലമുറയ്ക്ക് ചിരപരിചിതവും ഭൂതകാല സ്മൃതികളിലേക്കുള്ള ഊളിയിടലുമാണ് ഈ ശ്ലോകം സമ്മാനിക്കുന്നതെങ്കിൽ, പുതിയ തലമുറയ്ക്ക് കൊയ്ത്തും മെതിയും പാറ്റലും ഒക്കെ നിറഞ്ഞ കാർഷിക വൃത്തിയെ പരിചയപ്പെടുത്തുന്ന ഒരു ദൗത്യം കൂടി ആധുനിക കാലഘട്ടത്തിൽ ഈ ശ്ലോകത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം. രാവാമംഗന ഭാനുവിൻ കതിരുകൊയ്തുണ്ടായ താരങ്ങളാം നീവാരാദികൾ ഇന്ദുവാം കളമുറം കൊണ്ടാശു ചേറിയിടുവാൻ ദ്യോവാം പായിലിട്ടുമ്പോളാഴിയലയാമോലത്തട്ടുക്കാൽ പരംഭൂവാം മറ്റൊരു പെണ്ണ് കാറ്റു സരസം വീശിക്കൊടുക്കുന്നിതേ.